സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സായം സന്ധ്യ പ്രണാമം വന്ദനം. വളരെ ധന്യമായ രീതിയിൽ ദേശവിദേശങ്ങളിൽ നിന്ന് ഭരതോപദേശത്തെക്കുറിച്ചുള്ള സന്ദേശം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയേണ്ട. ദേശവിദേശങ്ങളിലുള്ളവർക്ക് ഭരതോപദേശം ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ 1-2 രാജ്യങ്ങളിൽ നിന്നും ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ച് പേര് വിളിച്ചിരുന്നു. അവർ ഈ കൊറോണ രോഗികൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭാവന തന്നതിൻ്റെ താങ്ക്സ് പറയാൻ ഞാനാണ് അങ്ങോട്ട് വിളിച്ചത്. അവരെല്ലാവരും ഭരതോപദേശത്തെക്കുറിച്ച് വളരെയേറെ സന്തോഷത്തോടുകൂടി പറഞ്ഞു. അവർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്തെല്ലാം നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് മാത്രം എന്നും മനസ്സിൽ വെക്കണം, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യവുമില്ല, ഉണ്ടാകാനും പാടില്ല. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പൈതൃകം, നിങ്ങൾ ഇതിലൂടെ എഴുതുന്ന പ്രണാമവും നമസ്തേയും എല്ലാം ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ അതൊക്കെ ഒരു പുഷ്പമായിട്ടെടുത്ത് ഞാൻ എപ്പോഴും എന്നും ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഇടുകയാണ് പതിവ്. ആര് എന്നെ നന്മ പറഞ്ഞാലും നമസ്തേ പറഞ്ഞാലും പ്രണാമം പറഞ്ഞാലും ഗുഡ് സർ എന്ന് പറഞ്ഞാലും അതൊക്കെ ഞാൻ പുഷ്പങ്ങളായിട്ടെടുത്ത് അത് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ പൂർണ്ണത്രൈശൻ്റെ, തൃപ്പൂണിത്രയിലെ പൂർണ്ണത്രൈശൻ്റെ പാദങ്ങളിൽ വയ്ക്കും. എന്നിട്ട് ഞാൻ നമസ്കരിക്കുന്ന മാതിരി എൻ്റെ മനസ്സിൽ വിചാരിക്കും. കാരണം ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എനിക്കല്ല, ഞാനൊരു മൈക്ക് സെറ്റ് മാത്രമാണ്. ഒട്ടൂൾ നിമിത്ത മാത്രം ഭവ ഹി സവ്യസാചിൻ, പ്രിയപ്പെട്ടവനെ നീ ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ളത് വിചാരിക്കുക. അത് ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു ഉപകരണമാണ്, ഒരു ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് omnipotent, omnipresent, divine power. I am only a tool in the hands of, you are also a tool in the hands of omnipotent, omnipresent, divine power. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി. ഇനി ശ്രീരാമൻ ഭരതനോട് പറയുന്നത് 20 വ്യക്തികൾ, 20 തരത്തിലുള്ള വ്യക്തികൾ, അവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അവരെ വശത്തിലാക്കാൻ ശ്രമിക്കരുത്, നമ്മളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്, അവരെ വിട്ടേക്കണം. എന്ത് പക്കായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണെന്ന് നോക്കാം. 20 വിഭാഗത്തിൽപ്പെടുന്നവരാണ്. നമ്മൾ ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു നമുക്ക്. 1, ബാലന്മാരുടെ സ്വഭാവമുള്ള വ്യക്തികൾ, ചൈൽഡിഷ് ആയിട്ടുള്ളവർ. നമ്മൾ ചൈൽഡ് ലൈക്ക് എന്നും പറയാം, ചൈൽഡിഷ് എന്നും പറയാം. ഒരു ശിശുവിൻ്റെ സ്വഭാവമുള്ളവർ, അവരെ വശത്താക്കാൻ ശ്രമിക്കരുത്. വളരെ പ്രായമായ വൃദ്ധന്മാർ, അവരെ ബഹുമാനിക്കരുതെന്നല്ല, അവരെ നമ്മളുടെ വശത്താക്കി നമ്മളുടെ കാര്യങ്ങൾ രാജ്യകാര്യങ്ങൾ നേടാൻ വേണ്ടി അവരെ ഉപയോഗിച്ചാൽ പ്രയോജനമില്ല. കാരണം അവർ വൃദ്ധന്മാരാണ്, വാർദ്ധക്യത്തിലിരിക്കുന്നവരാണ്. ദീർഘകാല രോഗികൾ, ആ രോഗികളെ ബഹുമാനിക്കരുതെന്നോ സ്നേഹിക്കരുതെന്നോ സേവിക്കരുതെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. ദീർഘകാല രോഗികളെ നമ്മളുടെ വശത്താക്കിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ, രാഷ്ട്രകാര്യങ്ങൾ, സംസ്കാര കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ നമ്മുടെ വശത്തിലാക്കാനായിട്ട് ശ്രമിക്കരുത്. സംസ്കാരമില്ലാത്തവർ, കൾച്ചർലെസ്, അവരെയും നമ്മുടെ വശത്താക്കാൻ ശ്രമിക്കരുത്. ഭീരുക്കൾ, എല്ലാത്തിനെയും ഭയപ്പെടുന്നവരുടെ കൂടെ നടക്കുന്നവർ, ഭീരുക്കളും എല്ലാത്തിനെയും ഭയപ്പെടുന്നവരുടെ കൂടെ നടക്കുന്നവരെയും പിശുക്കന്മാരെയും വശത്തിലാക്കാനായിട്ട് ശ്രമിക്കരുത്. അടുത്തത് ഭിക്ഷക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ഭിക്ഷക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ ധാരാളം പേര് കേരളത്തിലുണ്ട്. 10, 20, 30 ഭിക്ഷക്കാരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തി അവരുടെ ഇൻകമൊക്കെ എടുത്ത്
അവർക്ക് താമസിക്കാൻ സ്ഥലമൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ കൊടുത്തിട്ട് ഭിക്ഷക്കാരായിട്ട് ജീവിക്കുന്നവരുണ്ട് കേരളത്തിൽ ഇപ്പോഴും. 21-ാം നൂറ്റാണ്ടിൽ ആഗസ്റ്റ് 27-ാം തീയതിയും ഉണ്ട് ഭിക്ഷക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. മറ്റ് രാജ്യത്തിലെ മന്ത്രിമാർ, മറ്റ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, മറ്റ് രാജ്യങ്ങളിലെ സേനാധിപന്മാർ, സേനാപതിമാർ, എന്നും ദുഃഖിക്കുന്ന വ്യക്തികൾ, അവരെയും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കരുത്. ആഡംബര സുഖത്തിൽ ഭ്രമിച്ച് ജീവിക്കുന്നവർ, ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നവർ, അവരെയും വശത്തിലാക്കി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് എടുക്കുന്നവരായിട്ട് ശ്രമിക്കരുത്. അതുപോലെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുന്നവർ, ഒരു കാര്യത്തിൽ ഒരു ഉറച്ച അഭിപ്രായമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ദേവനിന്ദ, ഈ പൈതൃകമായിട്ടുള്ള ഈശ്വരീയമായ ആരാധനയെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർ, നല്ല സ്കോളേഴ്സിനെ, പണ്ഡിതന്മാരെ പുച്ഛിക്കുന്നവരും എതിർക്കുന്നവരും നിന്ദിക്കുന്നവരും, അവരെയും നമ്മുടെ വശത്തിലാക്കാൻ ശ്രമിക്കരുത്. പ്രകൃതിയെ നശിപ്പിക്കുന്നവർ, നേച്ചർ ഡിസ്ട്രക്ഷൻ, പ്രകൃതിയെ നശിപ്പിക്കുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ ഭാഗ്യം വരുമെന്ന് കാത്തിരുന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ജീവിക്കുന്നവർ. എനിക്ക് ഭാഗ്യം വരും, എൻ്റെ വ്യാഴദശ വരാൻ പോകുന്നു, എൻ്റെ ദശ മാറാൻ പോകുന്നു, എനിക്ക് രാജയോഗം വരാൻ പോകുന്നു, ഗജകേസരി യോഗം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യം വരും എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ പരമദരിദ്രവാസിയായി ജീവിക്കുന്നവർ, ഒരു പണിയും ചെയ്യാതെ ദരിദ്രവാസിയായി ജീവിക്കുന്നതാണ് എനിക്ക് വിധിക്കപ്പെട്ടത്, എൻ്റെ ഗതികേട് അതാണ്, ഞാൻ പ്രത്യേകിച്ച് ചെയ്താലും നന്നാവില്ല, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ. ആരാലും സംരക്ഷിക്കപ്പെടാത്ത, സൈന്യങ്ങളില്ലാത്ത രാജാവ്, ആരാലും സംരക്ഷിക്കപ്പെടാത്ത, സൈന്യങ്ങളില്ലാത്ത ഒരു രാജാവ്, അവരെ പ്രൊട്ടക്ഷന് ഇതില്ലാത്ത രാജാവ്, അയാൾ നമുക്കൊരു ഭാരമായിരിക്കും. കാരണം രാജാവിൻ്റെ എല്ലാ ലക്ഷറിയും ഉണ്ടാവും, രാജാവാണെന്ന ഭാവവും ഉണ്ടാവും. അയാളെ നമ്മളുടെ വശത്താക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് അയാൾ താഴുകയില്ല, അയാൾ എന്നും ഉയർന്നിരിക്കുകയും ചെയ്യും. അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഭാരമായി തീരുകയും ചെയ്യും ഭരത. അതുകൊണ്ട് ആരാലും സംരക്ഷിക്കപ്പെടാത്ത, സൈന്യങ്ങളില്ലാത്ത ഒരു രാജാവിനെ സ്വന്തം പ്രവർത്തനത്തിന് ഉപയോഗിക്കരുത്. സ്വന്തം ദേശത്തിൽ വസിക്കാത്തവർ, നമ്മുടെ നാട്ടിൽ വന്ന് വസിക്കാതെ എപ്പോഴും വിദേശത്ത് മാത്രം വസിക്കുന്ന വ്യക്തികളെ വശത്തിലാക്കാൻ ശ്രമിക്കരുത്. ധാരാളം ശത്രുക്കളുള്ള വ്യക്തികൾ, ശത്രുക്കളുടെ എണ്ണം ധാരാളമുള്ള വ്യക്തികളെയും വശത്തിലാക്കാനായിട്ട് ശ്രമിക്കരുത്. അത് നമുക്കൊരു പ്രശ്നമായി തീരും. കാലം അനുകൂലമല്ലാത്തവർ, ചില വ്യക്തികൾക്ക് ചില പ്രത്യേക പരിധി കൊണ്ടോ സ്വഭാവം കൊണ്ടോ വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വാശി കൊണ്ടോ പക കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ അവരുടെ കാലം തെളിഞ്ഞിട്ടില്ല. അവർ അവർക്ക് എന്നും ഗതികേടാണ്, എന്നും പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. അങ്ങനെയുള്ളവരെ നമ്മൾ കൂട്ടത്തിൽ കൊണ്ട് നടക്കരുത്. സത്യധർമ്മങ്ങൾ പാലിക്കാത്തവർ, സത്യത്തിൻ്റെ വഴിയിലൂടെ പോകാത്തവരെ, ധർമ്മത്തിൻ്റെ വഴിയിലൂടെ പോകാത്തവരെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അയാൾ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും, നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ സത്യധർമ്മത്തിലും പാലിക്കാത്തവർ, ഇത്തരത്തിലുള്ള 20 വിഭാഗത്തിൽ പെടുന്നവരെയും ആ വിഭാഗത്തിൽ പെടുന്ന രാജകീയ പ്രൗഢി ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് നടക്കുന്നവരെയും, രാജാക്കന്മാരെയും രാജകുല ജാതരെയും സഹകരണത്തിലൂടെ വശത്താക്കാൻ ശ്രമിക്കരുതെന്ന് അല്ലയോ ഭരത നിനക്കറിയാമല്ലോ. മനസ്സിലായല്ലോ പറഞ്ഞത്? ശരിക്ക് സഹകരണത്തിലൂടെ വശത്താക്കാൻ ശ്രമിക്കരുത് എന്ന് നിനക്കറിയാമല്ലോ ഭരത. ഇങ്ങനെയുള്ള പാർട്ടീസ് നമുക്ക് ഭാരമായി തീരും, നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഭാഗമാകില്ല എന്ന് മാത്രമല്ല ഭാരമായി തീരും. അങ്ങനെ ഭാരമാകുന്നതിനെ ഒന്നിനെ നമ്മൾ എടുക്കരുത്. അതുകൊണ്ട് ഇവരെ സഹായിക്കരുതെന്ന് അർത്ഥമില്ല, ഇവരെ ബഹുമാനിക്കരുതെന്ന് അർത്ഥമില്ല. പക്ഷെ സഹകരണത്തിലൂടെ നമ്മുടെ ഭാഗമാക്കിയിട്ട് നമ്മളുടെ പ്രവർത്തികൾ ഏൽപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ, നമുക്കെന്ന് ഉദ്ദേശിച്ചത് ഭരതൻ രാജ്യം ഭരിക്കുന്ന രാജാവാണ്, സാധാരണക്കാരൻ്റെ കാര്യമല്ല പറയുന്നത്. രാജ്യം ഭരിക്കുന്ന രാജാവ്, ലീഡർ, ചെയർമാൻ, ഡയറക്ടർ, ടോപ്പിലിരിക്കുന്ന വ്യക്തികൾ, അവർ ഇതുമാതിരിയുള്ളവരെ എടുക്കരുത്. അർത്ഥം മനസ്സിലായല്ലോ? വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്കറിയാം. നിർമ്മ എന്ന് പറയുന്ന ഒരു വാഷിംഗ് പൗഡർ ഉണ്ട്. ആ നിർമ്മ എന്ന് പറയുന്ന വാഷിംഗ് പൗഡറിനെ മുച്ചൂട് മുടിപ്പിക്കാനായിട്ട് വേറൊരു കമ്പനി, ആ വേറൊരു കമ്പനിയുടെ പേര് ഞാൻ പറയണില്ല, വലിയ പ്രോബ്ലമുള്ള കമ്പനിയാണ്, ബോംബെയിലെ വലിയൊരു കമ്പനിയാണ്, എനിക്ക് നല്ലോണം അറിയാം, എൻ്റെ സുഹൃത്തുക്കൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ വലിയ പകുതി വിദേശവും പകുതി സ്വദേശവുമുള്ള ആ കമ്പനി
നിർമ്മ എന്ന വാഷിംഗ് പൗഡറിനെ മുച്ചൂട് മുടിപ്പിക്കാനായിട്ട് ഒരാളെ അഡ്വൈസറായിട്ട് എടുത്തു. അത് ഇതുമാതിരിയുള്ള കാറ്റഗറിയിലുള്ള ഒരാളാണ്. അയാൾ എന്ത് ചെയ്തു അറിയോ? തനി സോഡാക്കാരം, അതിനകത്ത് കുറച്ച് വാസനയും ഇതൊക്കെ ഇട്ട് ഈ നിർമ്മ എന്ന പേര് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരൊക്കെ ആക്കി ഒരു കംപ്ലീറ്റ് ബോംബെയിലെ പല വീടുകളിലും എത്തിച്ചു. ആ വീടുകളിൽ എത്തിച്ചവർ ഇത് നിർമ്മയാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നോക്കിയാൽ നിർമ്മയുടെ മാതിരി തന്നെയുണ്ട്. നിർമ്മയാണെന്ന് വിചാരിച്ച് അവർ ഉപയോഗിച്ചു. അവരുടെ ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സ് മുഴുവനും പോയി. കാരണം അത് ട്രൈസോഡിയം ഫോസ്ഫേറ്റ് ആണ്. ട്രൈസോഡിയം ഫോസ്ഫേറ്റ് എന്ന കെമിക്കലാണ്. അത് അവരുടെ ഡ്രസ്സിനെ കാര്യമായിട്ട് ബാധിച്ചു. അവർ നിർമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ നിർമ്മ പറഞ്ഞു, ഇത് ഇന്ന കമ്പനി ഇറക്കിയിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കമ്പനിയെ നശിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവർ വാദിച്ചു. അവസാനം നിർമ്മയ്ക്ക് 50 കോടി രൂപ കോമ്പൻസേഷൻ കിട്ടി മറ്റേ മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന്. അപ്പോൾ ചില വ്യക്തികളുടെ ഉപദേശമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ട്രാപ്പിലാവുന്നത് നമ്മളാണ്. എനിക്കത് നല്ലോണം അറിയാവുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് യോജിക്കാത്ത വ്യക്തികളെ നമ്മളുടെ പാർട്ട്ണറാക്കുകയോ സപ്പോർട്ടറാക്കുകയോ അഡ്വൈസറാക്കുകയോ ഗൈഡാക്കുകയോ ലീഡറാക്കുകയോ നേതാവാക്കുകയോ ചെയ്യരുത്. ഇപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു പ്രയോജനമില്ലാത്ത കുറേ എണ്ണത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നതിൻ്റെ സംഭവമാണ് ഇയാൾ അനുഭവിക്കുന്നത്, ആരായാലും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ 20 തരം വ്യക്തികളെ ഇവർ സഹകരണത്തിലൂടെ വശത്താക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നതിൻ്റെ ഗതികേടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അടുത്തത്, പ്രകൃതി മണ്ഡലങ്ങളായി കണക്കാക്കുന്ന 7 എണ്ണം. പ്രകൃതി മണ്ഡലങ്ങളായിട്ട് കണക്കാക്കുന്ന 7 എണ്ണം. അതായത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് 7 എണ്ണം. രാജാവ്, മന്ത്രി, സുഹൃത്ത്, ഖജനാവ്, രാഷ്ട്രം, കോട്ട, സേന. ഇവ രാഷ്ട്രത്തിൻ്റെ അവയവങ്ങളാണെന്നറിഞ്ഞ് നീ ഭരിക്കുന്നുണ്ടല്ലോ. ഇത് രാഷ്ട്രത്തിൻ്റെ അവയവങ്ങളാണ്. ഏതാണ്? രാജാവ്, രാജാവിനെ ഉപദേശിക്കുന്ന മുഖ്യനായ മന്ത്രി, മുഖ്യമന്ത്രിയല്ല, മുഖ്യ മന്ത്രിയുമല്ല, രാജാവ്, രാജാവിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മന്ത്രി. ആ മന്ത്രിയുടെയും രാജാവിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇനി സുഹൃത്ത് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. രാജാവ്, മന്ത്രി, സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്ത് രാഷ്ട്രം, ഖജനാവ്, അതുപോലെ തന്നെ രാഷ്ട്രം, കോട്ട, സേന. സേന ഒരു രാജ്യത്തെ മുഴുവനും രക്ഷിക്കാനുള്ളത്. കോട്ട ആ രാഷ്ട്രത്തിലേക്ക് ശത്രുക്കൾ വരാതിരിക്കാനുള്ളത്. രാഷ്ട്രം അതാണ് ഒരു രാജാവിൻ്റെ മുമ്പിലുള്ളത്. ആ രാജ്യം, ദുബായ് എന്ന് പറയുന്നത് ഒരു ഷെയ്ഖിൻ്റെയാണ്. സൗദി അറേബ്യ ഒരു സുൽത്താൻ്റെയോ ഷെയ്ഖിൻ്റെയോ ആണ്. ആ രാജ്യം അയാളുടേതാണ്. ജനാധിപത്യം ബാക്കിയുള്ളതൊക്കെ വേറെ. അപ്പം യഥാർത്ഥത്തിൽ ആ രാഷ്ട്രം, രാജാവ്, അതിൻ്റെ ഉപദേഷ്ടാവ്, മന്ത്രി, സുഹൃത്ത് രാഷ്ട്രങ്ങൾ, ആ രാജ്യത്തെ സംരക്ഷിക്കുന്ന കോട്ട, ഖജനാവ്, അതേപോലെ തന്നെ സേന. ഇത് സപ്തമണ്ഡലി, പ്രകൃതി മണ്ഡലി എന്ന് പറയുന്ന കാര്യമാണ്. അടുത്തത്, പിന്നെ പെട്ടെന്ന് വിഷയം മാറുകയാണ്. നിന്റെ യാത്രയും ശത്രുവുമായുള്ള ആക്രമണ സംവിധാനങ്ങളും നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഭരത. 2 വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നീ എവിടേക്ക് യാത്രയ്ക്ക് പോവുകയാണെങ്കിലും വിഷ്ണു ധർമ്മശാസ്ത്രം എന്നൊരു ഗ്രന്ഥമുണ്ട്. 100 അധ്യായങ്ങളാണ്. ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നിർദ്ദേശപ്രകാരം, ഞാനിത് പലതും പറഞ്ഞിട്ടുണ്ട്, ആവർത്തനമാണെന്ന് വിചാരിക്കല്ലേ. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നിർദ്ദേശപ്രകാരം 100 അധ്യായങ്ങളുള്ള വിഷ്ണു ധർമ്മശാസ്ത്രം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ധർമ്മശാസ്ത്രത്തിലെ ചില ഭാഗങ്ങൾ വായിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് IPC അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നമ്പർ കൊണ്ട് എങ്ങനെയാണ് നിയമം പറയുന്നത് എന്നുള്ളത് എങ്ങനെയാണ് സാധിച്ചത്? എന്താ നമ്പർ കൊണ്ട് പറയുന്നത്? IPC 328 ABC വകുപ്പ് പ്രകാരം എന്ന് പറയാറില്ലേ? 144 8 9 10 ഉപവകുപ്പ് പ്രകാരം നിരോധനാജ്ഞ ഡിക്ലെയർ ചെയ്തു. അല്ലെങ്കിൽ 234 വകുപ്പ് പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്തു. ആ വകുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ധർമ്മശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നത്? 2500 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ധർമ്മശാസ്ത്രം പഠിക്കണം. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ പറയുമ്പോഴത്തേക്കും വിഷ്ണു ധർമ്മശാസ്ത്രത്തിലെ 60-ാം അധ്യായത്തിലെ 4-ാമത്തെ ഖണ്ഡികയിലെ ഉപഖണ്ഡിക പ്രകാരം ഇയാളെ ശിക്ഷിക്കുന്നു എന്നാണ് രാജാവ് പറയുക.
അതാണ് ധർമ്മശാസ്ത്രത്തിൻ്റെ. അത് മനസ്സിലാക്കാനാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു, അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന നിയമവ്യവസ്ഥകളുടെ അത്യഗാധമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അത് വളരെ ഗംഭീരമാണ്. അതിനകത്ത് ഒരു രാജാവ് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒരു ഫുൾ അധ്യായമാണ്. 100 അധ്യായങ്ങളുള്ള വിഷ്ണു ധർമ്മശാസ്ത്രത്തിലെ ഒരു അധ്യായം മുഴുവനും ഒരു രാജാവിൻ്റെ യാത്രയെക്കുറിച്ചിട്ടാണ്. എത്ര കണ്ടീഷനാണ് ഉള്ളതെന്നറിയാമോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ രാജാവിൻ്റെ യാത്ര അത് ഒരു പോയിന്റ്. അടുത്തത് ശത്രുവുമായുള്ള ആക്രമണ സംവിധാനങ്ങളും. ഒരു ശത്രുവിനെ ആക്രമിക്കേണ്ടി വരുന്നു, ശത്രു രാജ്യം നമ്മളിലേക്ക് ഇൻവേഷൻ ചെയ്യുകയോ നമ്മൾ അവരുടെ പ്രവൃത്തി കൊണ്ട് സഹിക്കുക വയ്യാതെ അങ്ങോട്ട് ആക്രമിക്കേണ്ടി വരികയോ ചെയ്താൽ അത് നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. നിന്റെ യാത്ര എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, സെക്യൂരിറ്റി അനുസരിച്ച്, സേഫ്റ്റി അനുസരിച്ചും രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അനുസരിച്ചിട്ടും നിന്റെ യാത്ര എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അത്രയും പ്രാധാന്യമുള്ളതാണ് ഭരത ശത്രു രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അടുത്തത് സേനാവിന്യാസം, വ്യൂഹരചന, വിവിധ സൈന്യ വിഭാഗങ്ങൾ, ഇവയുടെ എല്ലാം സ്ഥിതിഗതികൾ നീ നിരന്തരം വിലയിരുത്തുന്നുണ്ടല്ലോ ഭരത. ശരിക്കും നമ്മൾ ഇന്ത്യ ചൈന യുദ്ധം വന്ന സമയത്താണ് എത്ര കാര്യങ്ങളാണ് ചെയ്തത്. ഒരു 3850 കിലോമീറ്റർ ഭാരതം പെട്ടെന്ന് റോഡ് ഉണ്ടാക്കി ബോർഡറിൽ. കാരണം നമുക്കവിടെ പീരങ്കി എത്തിക്കണമെങ്കിലും മിസൈലുകൾ എത്തിക്കണമെങ്കിലും എന്തെത്തിക്കണമെങ്കിലും അവിടെ റോഡുകൾ വേണം, എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ ഇറക്കാനുള്ള സംവിധാനം വേണം, പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷനിലുള്ള ടവർ വേണം. അതൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, കഴിഞ്ഞ 73 വർഷമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഉണ്ടാക്കി. അത് എങ്ങനെയാണ്? അത് നിരന്തരം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അന്നും ഇന്നും ഇത് തന്നെയാണ് റൂള്. സേനാവിന്യാസം, അർത്ഥം മനസ്സിലായി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മിലിറ്ററി പീപ്പിൾ. വ്യൂഹരചന, ഇന്നും വ്യൂഹരചനയുണ്ട്. ഗ്രൂപ്പായിട്ടാണ് ഓരോ സ്ഥലത്തും സേനകളെ വിന്യസിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് വ്യൂഹരചന എന്ന് പറയുന്നത്. വിവിധ സൈന്യ വിഭാഗങ്ങൾ, വെള്ളത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ളവർ, കരയിൽ ഫൈറ്റ് ചെയ്യാനുള്ളവർ, കാട്ടിൽ ഫൈറ്റ് ചെയ്യാനുള്ളത്, മരുഭൂമിയിൽ ഫൈറ്റ് ചെയ്യാനുള്ളവർ, അതുപോലെ പർവ്വതങ്ങളിൽ വെച്ച് ഫൈറ്റ് ചെയ്യാനുള്ളവർ, വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്നവർ, ഇവയുടെ എല്ലാം സ്ഥിതിഗതികൾ നീ നിരന്തരം വിലയിരുത്തുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ് ടു ഡേറ്റ് ആക്കുന്നുണ്ടല്ലോ എന്നാണ് നിർദ്ദേശം. അടുത്തത് സന്ധി, വേണ്ടിയിടത്ത് സന്ധിയും. എല്ലായിടത്തും യുദ്ധമല്ല, എവിടേക്കാണോ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ കോംപ്രമൈസിങ് ആൻഡ് കോഓർഡിനേഷൻ നടത്തിയിട്ട് സന്ധി വേണ്ടിയിടത്ത് സന്ധിയും യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധവും. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 3 ദിവസം മുമ്പ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മേധാവി ചൈനക്കാരോട് കൃത്യമായിട്ട് പറഞ്ഞു, ഇനി ഒരടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്കാർ മടുക്കില്ല എന്ന്. 72 മണിക്കൂർ മുമ്പ്, ഞാനിത് നിങ്ങളോട് വായിച്ചു പറയുന്നതിന് 72 മണിക്കൂർ മുമ്പ് നമ്മളുടെ ചീഫ് ആയിട്ടുള്ള മിലിറ്ററി എയർഫോഴ്സ് അതുപോലെ തന്നെ നേവി, അതിൻ്റെ ചീഫായിട്ടുള്ള വ്യക്തി ചൈനയോട് വാണിംഗ് കൊടുത്തു. ഇന്ന് 12 മണിക്ക് ജയശങ്കർ കോംപ്രമൈസിങ്ങിന്, എല്ലാ യുദ്ധവും ഒഴിവാക്കിയിട്ട് സഹകരണത്തിലൂടെ പ്രവർത്തിക്കാനുള്ള അത് കൊടുത്തു. നേരത്തെ മിലിറ്ററിയുടെ ഹെഡ് പറഞ്ഞതിനെ നിഷേധിച്ചിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധം ചെയ്യുമെന്ന് പട്ടാളക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. കോംപ്രമൈസ് വേണ്ടിയിടത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ജയശങ്കറിലൂടെ അറിയിക്കുകയും ചെയ്തു. അതാണ് ഈ വരി തന്നെ. സന്ധി വേണ്ടിയിടത്ത് സന്ധിയും യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധവും എല്ലാം വസ്തുതാപരമായി തന്നെ അറിഞ്ഞുകൊണ്ടല്ലേ നീ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത്. അർത്ഥം എന്താ? ഇതൊക്കെ വസ്തുതാപരമായിട്ട് ഫാക്ട്, ട്രൂത്ത്, എസൻസ്. ചിലരുടെ ഉപദേശം മാത്രം കേട്ടാൽ പോരാ, വസ്തുതകൾ അറിയണം, കാര്യങ്ങൾ അറിയണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഭരത നീ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഭരതൻ രാജ്യഭാരം ഏറ്റെടുത്തിട്ടില്ല, ഭരതൻ രാജാവായിട്ടില്ല. രാമനെ തിരിച്ചു കൊണ്ടുപോയിട്ട് രാജ്യസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയാ പാർട്ടി ഇവിടം വരെ വന്നത്. രാമനോട് തിരിച്ചു വരുന്നുമില്ല. അപ്പോൾ ഉദ്ദേശിച്ചത് ഇതാണ്, നീ ഇപ്പോൾ ഒരു രാജാവാണ്, നീ സിംഹാസനത്തിൽ ഇരിക്കുന്നോ, തലയിൽ കിരീടമുണ്ടോ, ഇതൊന്നും അല്ല പ്രശ്നം. നീ ഇപ്പോൾ ഒരു രാജാവാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കണം. എത്ര ക്ലിയർ ആയിട്ടാണ് പറയുന്നത് നോക്കിയേ. ഭീഷണിപ്പെടുത്തലല്ല, ഉപദേശിക്കലല്ല, ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? കുട്ടികളോട് ടീച്ചർ മര്യാദയ്ക്ക് പെരുമാറുന്നുണ്ടല്ലോ, കുട്ടികളെ തല്ലാറില്ലല്ലോ, കുട്ടികളെ എന്നാൽ ശാസിക്കാറുണ്ടല്ലോ, കുട്ടികളുടെ കോപ്പി പുസ്തകങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതേ അർത്ഥമാണ് ഇവിടെ. ആ മലയാള പ്രയോഗത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മലയാളത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ സന്ധി വേണ്ടിയിടത്ത് സന്ധിയും യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധവും എല്ലാം വസ്തുതാപരമായി തന്നെ അറിഞ്ഞുകൊണ്ടല്ലേ നീ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത്, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. നീ മുമ്പോട്ട് പോകുന്നതല്ല, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. നന്മയുള്ളവരെ സ്വന്തം പക്ഷത്ത് നിലനിർത്തിയും തിന്മയുള്ളവരെ ത്യജിച്ചും നല്ല ഗുണങ്ങളെ സ്വാംശീകരിച്ചും തിന്മകളെ തിരസ്കരിച്ചുമാണല്ലോ നീ ഭരണചക്രം തിരിക്കുന്നത്. ഇപ്പോൾ ഭരണചക്രം തിരിക്കേണ്ടത് എങ്ങനെയാണ്? ടേക്ക് ഓൾ ഗുഡ് ഫ്രം വെയർ സോ എവർ ദേ ആർ അവൈലബിൾ, റിജക്റ്റ് ഓൾ ബാഡ് ഫ്രം വെയർ സോ എവർ ഇറ്റ് ഈസ് പ്രസന്റ്. എവിടെയുണ്ടെങ്കിലും റിജക്റ്റ് യുവർ ബാഡ്, ആക്സെപ്റ്റ് ദ ഗുഡ്. ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ എന്ന് വേദം പറയും. വേദങ്ങൾ എന്താ പറയുക? ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൽ എല്ലായിടത്തു നിന്നും നന്മ നിറഞ്ഞത് നമ്മളിലേക്ക് വന്നു ചേരട്ടെ. ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. അതാണ് ഭാരതത്തിൻ്റെ പൈതൃകം തന്നെ. അതാണ് എൻ്റേത് മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ ആചാരം മാത്രം ശരി, എൻ്റെ ചിന്തകൾ മാത്രം ശരി, എൻ്റെ അനുഷ്ഠാനങ്ങൾ ശരി എന്ന് പറയുന്നതിന് പകരം ഭാരതം പറഞ്ഞത് ശരി എവിടെയെല്ലാം ഉണ്ടോ അത് എൻ്റേതാണ്. എൻ്റേത് മാത്രം ശരി എന്നുള്ളതല്ല, ശരി എവിടെയെല്ലാം ഉണ്ടോ അത് എൻ്റേതാണ്. അതിൻ്റെ വേറൊരു രൂപമാണത്. നന്മയുള്ളവരെ സ്വന്തം പക്ഷത്ത് നിലനിർത്തണം, നന്മയുള്ളവരെ സ്വന്തം പക്ഷത്ത് നിലനിർത്തണം. തിന്മയുള്ളവരെ ത്യജിക്കണം. അവരെ നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുക, ബുദ്ധിമുട്ടാണ്. അവരെ ത്യജിക്കണം. നല്ല ഗുണങ്ങളെ സ്വാംശീകരിക്കണം. അതുപോലെ തിന്മകളെ തിരസ്കരിച്ചുമാണല്ലോ നീ ഭരണചക്രം തിരിക്കുന്നത്. അടുത്തത്, വിദ്വാനായ ഭരത. നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തികളെ നമ്മൾ നല്ല അഡ്ജക്റ്റീവുകൾ ഉപയോഗിച്ച് പറയണം. നിനക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നീ, നല്ല രീതിയിൽ മനുഷ്യത്വമുള്ള വ്യക്തിയാണ് നീ, നല്ല വ്യക്തികളെ നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ് നീ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവരെ നമ്മൾ അംഗീകരിക്കാൻ, അപ്രൂവിങ്, ആക്സെപ്റ്റിംഗ്, മോട്ടിവേറ്റിംഗ്, എനർജൈസിങ്, ബ്ലസ്സിങ്, ഗൈഡിങ് ആൻഡ് ഈവൻ കൺസോളിങ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വിദ്വാനായ ഭരത, ശാസ്ത്രം നിഷ്കർഷിക്കുന്നത് പോലെ 3 or 4 മന്ത്രിമാരെ ഒരുമിച്ചായോ ഒറ്റയ്ക്കായോ ചേർത്ത് ഓരോ കാര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്തിട്ടാണല്ലോ നീ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പറ്റിയിരിക്കുന്ന അബദ്ധം ബാക്കി ഞാൻ പറയണ്ടല്ലോ. ആ പറഞ്ഞിരിക്കുന്ന സംഭവം നോക്കാം. വിദ്വാനായ ഭരത, ശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം സയൻസ് എന്നല്ല. സയൻസിന് സംസ്കൃതത്തിൽ വിജ്ഞാനം എന്നാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ യത് ശാസയതേ തത് ശാസ്ത്ര. വാട്ട് എവർ ഈസ് ഡയറക്റ്റിംഗ് യു, വാട്ട് എവർ ഈസ് ഗൈഡിങ് യു, വാട്ട് എവർ ഈസ് ഷോയിങ് യു ദ പാത്വേ. നിങ്ങൾക്ക് ജീവിതത്തിൽ അനുശാസിക്കേണ്ട വരികൾ കാണിച്ചു തരുന്നത് എന്തോ അത് ശാസ്ത്രം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ശാസ്ത്രവും ഇല്ല, സാഹിത്യവും ഇല്ല, പരിഷത്തും ഇല്ലാത്തതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അങ്ങനെയല്ല ഇത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന അർത്ഥമില്ല, വിജ്ഞാനമാണ് സയൻസ്. ശാസ്ത്രം എന്ന വലിയ ക്യാൻവാസിലെ ഒരു ചെറിയ സ്പോട്ട് മാത്രമാണ് വിജ്ഞാനം. സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിനകത്തെ ചെറിയ പാർട്ട്. ഇതുപോലെ നമുക്ക് വേറൊരു അബദ്ധവും കൂടിയുണ്ട്. ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് അല്ല. ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് അല്ല. പ്ലാനറ്റിന് സംസ്കൃതത്തിൽ താരാഗ്രഹം. ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് അല്ല. പിന്നെന്താ ഗ്രഹം എന്ന് പറഞ്ഞാൽ? വാട്ട് എവർ ഈസ് ഇൻഫ്ലുവൻസിങ് യു. അനുഗ്രഹം, പരിഗ്രഹം, നിഗ്രഹം, പാണിഗ്രഹണം, പാണിഗ്രഹണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിച്ചുവോ, നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകത്തക്ക വിധത്തിൽ ഉൾക്കൊണ്ടുവോ എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണം. ഗ്രഹണം എന്താ അതിൻ്റെ അർത്ഥം? സൂര്യനെ ഛാദയതി ശശി സൂര്യം ശശിനം മഹതി ഭൂച്ഛായ. ഛാദയതി ശശി സൂര്യം, സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു. അപ്പൊ ആ ചന്ദ്രൻ മറയ്ക്കുന്നതാണ് ഗ്രഹണം. ഹോൾഡിങ്, ബിയറിങ്, ഇൻഫ്ലുവൻസിങ്, അറ്റാക്കിങ്, അഫക്റ്റിങ്, ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ശശിനം ച മഹതി ഭൂച്ഛായ, ചന്ദ്രനെയാകട്ടെ മഹത്തായ സൂര്യൻ്റെ നിഴല് ഗ്രഹിക്കുന്നു, സ്വാധീനിക്കുന്നു. അപ്പൊ ഈ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ് ആണെന്ന് ധരിച്ചു വെച്ചിരിക്കാം. സൂര്യൻ ഗ്രഹമാണ്, പ്ലാനറ്റ് അല്ല. ചന്ദ്രൻ ഗ്രഹമാണ്, പ്ലാനറ്റ് അല്ല. താരാഗ്രഹമല്ല. ഈ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ താരാഗ്രഹം, പ്ലാനറ്റ് താരാഗ്രഹം, പ്ലാനറ്റ് താരാഗ്രഹം. പ്ലാനറ്റ് ഗ്രഹവുമാണ്. എന്താ കാരണം? അത് ഗ്രഹിക്കുന്നത് കൊണ്ട്.
കാരാഗ്രഹം ഗ്രഹവുമാണ്. അപ്പോൾ ചില വാക്കുകളൊക്കെ നമ്മൾ വളരെ തെറ്റായിട്ട് മലയാളത്തിൽ പറയാറുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്, എന്താ അതിൻ്റെ അർത്ഥം? മഴ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ നിർത്തിയില്ല, പൊറുതി മുട്ടിയിരിക്കുകയാണ്. നല്ല മഴ, നല്ല വെയിൽ, ഇയാൾക്ക് നല്ല പനിയുണ്ട്. നല്ല പനിയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ചീത്ത പനി നല്ല പനി വേറെ വേറെയാണോ? നല്ല പനി എന്ന് വെച്ചാൽ 103 ഡിഗ്രി ഫാരൻഹീറ്റ്, 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതിനെയാണ് ഈ നല്ല പനി എന്ന് പറയുന്നത്. നമ്മളെല്ലാത്തിനും നല്ലത് പറയുന്നത് വിപരീതമാണ്. വെറുതെ അല്ല കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ കോടാലി എടുത്തത്. നല്ല മഴ, നല്ല ചൂട്, നല്ല പനി, നല്ല വിയർപ്പ്, നല്ല എരിവ്, നല്ല ചൂട്. ഈ നല്ല ചൂടെന്ന് പറയുന്നത് എന്താ? കുടിക്കാൻ പറ്റാത്ത സാധനത്തിനെയാണ് നല്ല ചൂട് പറയുന്നത്. എരിഞ്ഞ് നാക്ക് പൊള്ളുമ്പോഴാണ് നല്ല എരിവ് എന്ന് പറയുന്നത്. എന്നാൽ രണ്ടെണ്ണത്തിന് നല്ലതെന്ന് കറക്റ്റ് പറയാറുണ്ട്. നല്ല മുളക്, കുരുമുളക്, അത് ശരിക്കും നല്ല മുളക് തന്നെയാണ്. നല്ല എണ്ണ, എണ്ണയേക്കാളും ബെസ്റ്റാണ് നല്ല എണ്ണ, എള്ളിൻ്റെ എണ്ണ. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്, omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉണ്ടാക്കാനും മറ്റു പലതും ഉണ്ടാക്കാനും വളരെ അത്യാവശ്യം നല്ല എണ്ണയാണ്. ചെറിയ കുട്ടികൾക്ക് തേനും നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ വളർച്ച സൂപ്പറായിരിക്കും. അതുപോലെ വെണ്ണ പതുക്കെ ഉരുക്കി കീടനാവാത്ത വിധത്തിൽ കുട്ടികൾക്ക് കൊടുക്കണം. കീടനാവാത്ത വിധത്തിൽ ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് വെണ്ണ കുട്ടികൾക്ക് കൊടുക്കണം. എന്ത് പെർഫെക്റ്റ് ആയിരിക്കും എന്നറിയാമോ? ബ്രെയിൻ വളർച്ചയ്ക്ക് ഫോസ്ഫോലിപ്പിഡ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിഷയം മാറിപ്പോയതല്ല, തിരിച്ച് ഞാൻ വരാം നമ്മുടെ വിഷയത്തിലേക്ക്. ഇടയ്ക്കൊന്നും മാറി പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാണ്. അതുകൊണ്ട് വിദ്വാനായ ഭരത, ശാസ്ത്രം നിഷ്കർഷിക്കുന്നത് പോലെ 3-4 മന്ത്രിമാരെ, ഇതെല്ലാ ജില്ലയിലെയും കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വെച്ചിട്ടാണ് പലപ്പോഴും പോളിറ്റ് ബ്യൂറോ കൂടുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലാണ് പോളിറ്റ് ബ്യൂറോ കൂടുന്നത്. ചർച്ച മുഴുവനും കട്ടൻ കാപ്പിയും പരിപ്പോടെയും കുറിച്ചിട്ടാണ്. എങ്ങനെയുണ്ട്? അതുകൂടി നമ്മൾ അറിയണം. ഇന്ന് നടക്കുന്ന ഓരോ തരത്തിലുള്ള ഡാഷും അറിയണം. അടുത്തത്, അപ്പോൾ 3-4 മന്ത്രിമാരെ ഒരുമിച്ചായോ? നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നവർ നോക്കുക. രാമരാജ്യം എന്ന് പറയുന്ന ഇതാണ്. എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് വിളിക്കില്ല. ഇന്ന് GSTയുടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, നിർമ്മല സീതാരാമൻ. എത്ര പേര് അതിൽ കൂടിയിട്ടുണ്ടെന്ന് നോക്കുക. 5 പേരാണ് കൂടിയിരിക്കുന്നത്. 5 പേര്. അപ്പം ആ ചിത്രമുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. നാളെ പത്രത്തിൽ വരുള്ളൂ, ഇന്ന് TV ചിലപ്പോൾ കാണുമായിരിക്കാം, യൂട്യൂബിലുണ്ട്, ഓൺലൈനിലുണ്ട്. അപ്പോൾ വിദ്വാനായ ഭരത ശാസ്ത്രം നിഷ്കർഷിക്കുന്ന പോലെ 3-4 മന്ത്രിമാരെ ഒരുമിച്ചായോ, ഒറ്റയ്ക്കായോ? ശരിക്കും ഒറ്റയ്ക്കല്ലേ അജിത് ഡോവൽ നമ്മുടെ പ്രധാനമന്ത്രിയോട് ലഡാക്കിലേക്ക് പോകാൻ പറഞ്ഞത്? എല്ലാവരും കൂടിയുള്ള ചർച്ചയല്ല, ഒരൊറ്റ മനുഷ്യൻ അറിഞ്ഞിട്ടേ ഇല്ലാതെ. അവിടെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരുമിച്ചായോ ഒറ്റയ്ക്കായോ ചേർത്ത് ഓരോ കാര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്തിട്ട്, ഓരോ കാര്യത്തെയും കുറിച്ചിട്ട് ഹോൾസെയിലായിട്ടുള്ള ചർച്ചയല്ല. തിരുവനന്തപുരം എയർപോർട്ടും GSTയും കൊറോണയും അതേപോലെ തന്നെ തീ കത്തിച്ചതും കത്തിയതും ഇരുമ്പ് ഉരുകി പ്ലാസ്റ്റിക്കായി താഴെ വീണതും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ എങ്ങനെയാ? ഓരോ കാര്യവും സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യണം. അതിന് തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. കയറ്റി വിടുന്നതിനൊക്കെ തലയ്ക്കകത്തൊന്നും ഇല്ല. അതുകൊണ്ട് യഥാ പ്രജ തഥാ രാജ എന്ന ലെവലിലേക്ക് വരരുത്. അതുകൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വരി വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു തീരുമാനമല്ല, ഒരുമിച്ച് തീരുമാനം എടുക്കുന്നില്ല. ഓരോ തീരുമാനവും എടുക്കുന്നത് വേദാന്തർഗത സന്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ ഭരത ധന്യമായ ഭരണം നടത്തുന്നത്. എന്ത് ഈ വേദാന്തർഗത സന്ദേശം എന്ന് പറയുന്നത്? സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. അത് വേദാന്തർഗത സന്ദേശമാണ്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അതാണ് വേദാന്തർഗത സന്ദേശം. അവിടെ വേദാന്തർഗത സന്ദേശം എന്നുള്ളതിൻ്റെ ഞാൻ ഇന്ന് ഒരു 3 മണിക്ക് 4 മണിക്ക് വേദത്തിനെ കുറിച്ച് പറഞ്ഞു. സംഘച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാജുഹോമി സമാനീവ ആഗൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാ ആവസു സഹാസതി. അതാണല്ലോ നീ ജീവിതത്തിൽ പകർത്തുന്നത്. ആ വേദമന്ത്രമാണ് ഐകമത്യ സൂക്തം. ഒരു രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. 23 പേര് കത്തെഴുതിയതുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കുന്ന ലെവലിലേക്ക് എത്തിച്ചു. ഈ കത്തെഴുതിയാൽ എന്താ കുഴപ്പം? ഒരുമിച്ച് പോവണ്ടേ ഈ വേദമന്ത്രത്തിൽ പറയുന്ന മാതിരി?
അത് ഇറ്റലിക്കാരി ആയാലെന്താ, ഇന്ത്യക്കാരി ആയാലെന്താ, മന്ദബുദ്ധി ആയാലെന്താ, ബുദ്ധിമാനായാലെന്താ. ഇത് ഈ ഒരുമിച്ച് എന്ന് പറയുന്നത് എന്താ കുഴപ്പമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. കേരളത്തിലും ഭാരതത്തിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കാറുണ്ടോ? ഭരണപക്ഷം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കാറുണ്ടോ? ശരിക്കും നെതന്യാഹു ഇസ്രായേലി ചെയ്തതാണ് നോക്കേണ്ടത്. നെതന്യാഹുവിന് ശരിക്കും ഭരിക്കാനുള്ള മെജോറിറ്റി ഇല്ല. പക്ഷേ അങ്ങേര് മറ്റേ സൈഡിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പ്രതിപക്ഷമായിട്ടിരുന്നോളൂ, എന്ത് കാര്യവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടേ ചെയ്യുള്ളൂ, ഏത് കാര്യവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ചേർത്തിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നെതന്യാഹു അവിടെ ഭരിക്കുന്നേ, അയാൾക്ക് മെജോറിറ്റി ഇല്ല. പക്ഷെ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവർ നമ്മുടെ ആൾക്കാരെ പോലെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. പ്രതിപക്ഷത്തെ അരച്ച് തേച്ച് കലക്കി കുടിച്ചിട്ട് അവരെ കൊല വിളിച്ചുകൊണ്ട് ഭരിക്കുന്നതിന് പകരം അവരും കേരളീയരാണ്, ഇവരും കേരളീയരാണ്, അവരും ഇന്ത്യക്കാർ, ഇവരും ഇന്ത്യക്കാർ, ദുഷ്ടത്തരം ഉണ്ടെങ്കിൽ ഒഴിവാക്കി വയ്ക്കുക, ബാക്കിയുള്ളവരെ വിളിക്കുക. എന്താ ഈ ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്ങിന് എന്താ കുഴപ്പമെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല, കേരളത്തിലും ഭാരതത്തിലും. അതുകൊണ്ട് ധന്യമായ അടുത്തത്, നീ ലക്ഷ്യമിടുന്നതും ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്നുണ്ടല്ലോ. അത് മനസ്സിലായല്ലോ. തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, 5 കാര്യങ്ങളാണ്. യു ഷുഡ് തിങ്ക്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. 1, 2, 3, 4 മന്ത്രിമാരെയോ ഒറ്റയ്ക്കോ നല്ല രീതിയിൽ കാര്യവിചാരങ്ങൾ ചെയ്തിട്ടാണല്ലോ ഓരോ കാര്യവും, എല്ലാ കാര്യവുമല്ല, ഓരോ കാര്യവും നീ ചെയ്യുന്നത്. അപ്പോൾ തിങ്കിങ്, പിന്നെ സ്റ്റാർട്ടിങ്, പിന്നെ ഡൂയിങ്, പിന്നെ കംപ്ലീറ്റിംഗ്, പിന്നെ ഇവാലുവേറ്റിംഗ്. ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നത്, 5 കാര്യങ്ങൾ അത് ഫലപ്രാപ്തി ആവണം. എഫർട്ട്, നോബഡി ഇൻ ദ വേൾഡ് ഈസ് ബോതേഡ്. വാട്ട് ഈസ് ദ റിസൾട്ട് ദാറ്റ് യു ആർ പ്രൊഡ്യൂസിങ്? Effort is not important, result is important. How you are doing, what you are doing, when you are doing, where you are doing, how many hours you have taken, how much manpower you have taken. Nobody in the world is bothered. What is the result that you have produced? That is what the world is bothered. That is what the world is bothered. നിങ്ങൾക്കറിയാമോ, ഇയാളുണ്ടല്ലോ നമ്മുടെ സ്റ്റീവ് ജോബ്സ്. ലോകത്തിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, അറിയാമെങ്കിലും ഇല്ലെങ്കിലും സ്റ്റീവ് ജോബ്സിൻ്റെ കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ മെൻ്റൽ പേഷ്യൻസ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സിലിക്കൺ വാലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ മാത്രമാണ് മെൻ്റൽ കോംപ്ലക്സിറ്റി ഉള്ളവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അവിടെ മാത്രമാണ്. അതിന് കാരണം എന്താ അറിയാമോ? ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന പാർട്ടി, അയാൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കമ്പ്യൂട്ടർ തന്നിട്ട് പറയും, ഈ കമ്പ്യൂട്ടറിന് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 മീറ്റർ 2 മീറ്റർ ദൂരത്തേക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 1.5-2 മീറ്റർ ദൂരത്തേക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. അടുത്ത നമ്മളുടെ കമ്പ്യൂട്ടർ ഡിസൈൻ എന്ന് പറയുന്നത് ശബ്ദമില്ലാത്ത കമ്പ്യൂട്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പോവും. ഈ ശബ്ദം ഇല്ലാത്ത കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ആരൊക്കെയാണ് വിളിക്കേണ്ടത്? ഇത് അതിന് പൈസയ്ക്കൊന്നും ഒരു ക്ഷാമമില്ല. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചിലവഴിച്ചോളൂ, എത്ര എമൗണ്ട് വേണമെങ്കിൽ ചിലവഴിച്ചോളൂ, വിശ്രമിച്ചോളൂ, എന്ത് ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അതിന് ഇവർ ചെന്നിട്ട് ഡേറ്റ് പറയണം, അവിടെ തിരിച്ച് ചെന്നിട്ട് എത്ര ദിവസത്തിനകം ശബ്ദമില്ലാത്ത കമ്പ്യൂട്ടർ ഞാൻ ഉണ്ടാക്കും എന്ന് പറയണം. ഇങ്ങനെ എല്ലാ കാര്യവും അങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും വിരോധമില്ല, എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും വിരോധമില്ല, ആരുടെ കൺസൾട്ടൻസി എടുത്താലും വിരോധമില്ല. തുരുമ്പ് മാറ്റാനും അമ്മായി അച്ഛൻ്റെ കൺസൾട്ടൻസി ഒന്നും എടുക്കാൻ പറ്റില്ല, അവനവൻ്റെ വീട്ടുകാരുടെ കൺസൾട്ടൻസി ഒന്നും എടുക്കാൻ പറ്റില്ല. എടുക്കുകയാണെങ്കിൽ അപ്രൂവൽ എടുത്തിട്ട് വേണം. കൈയിട്ട് വാരാനും ബക്കറ്റ് പിരിവിനൊന്നും പറ്റില്ല. അപ്പോൾ ശരിക്ക് ആ അതിവർക്കുള്ള ടെൻഷനാണ്, മെൻ്റൽ ടെൻഷൻ അങ്ങ് കയറി പലരും മെൻ്റലി അബ്നോർമലാവും. അപ്പോൾ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ ലക്ഷ്യമിടുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യമിടുന്നതും ഉദ്ദേശിക്കുന്നത്, വാട്ട് എവർ യു ആർ എക്സ്പെക്ടിങ് ആൻഡ് വാട്ട് എവർ യു ആർ പുട്ടിങ് ആസ് ദ ടാർഗറ്റ് ഗോൾ, ആ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്നുണ്ടല്ലോ. എന്ത് കാര്യമായിട്ടാണ്? അങ്ങനെ ലക്ഷ്യപ്രാപ്തി നേടാത്ത കാര്യങ്ങൾ നീ ചെയ്യരുത്. അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, ലക്ഷ്യമിടുന്നത് ലക്ഷ്യപ്രാപ്തി നേടിയേ മതിയാവും. അടുത്തത്, ദേശത്തിലെ സ്ത്രീകളെല്ലാം സൗഭാഗ്യവതികളും സന്താന സൗഭാഗ്യമുള്ളവരും ഭരണത്തിൽ സംതൃപ്തരുമാണല്ലോ. സ്ത്രീകളുടെ പ്രാധാന്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഒരു ഹിന്ദു ഒരു വ്യക്തി ഈ മുഹമ്മദ് നബിയെ എന്തോ പറഞ്ഞു സൗദി അറേബ്യയിൽ എന്ന് വെച്ചിട്ട് അയാൾ 10 വർഷം തടവിനിട്ടിരിക്കുകയാണ്. അത് ഏതോ വിദേശത്തുള്ള ഒരു സ്ത്രീ ഇയാളോട് എന്തോ സംസാരിച്ചു. അപ്പോൾ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന വിധത്തിൽ, സ്ത്രീകളെ അവഹേളിക്കുന്ന വിധത്തിൽ ആ സ്ത്രീ സംസാരിച്ചപ്പോൾ അവർക്ക് ഇവൻ വികാരത്തിൻ്റെ പുറത്ത് മുഹമ്മദ് നബിയുടെ 38 വെപ്പാട്ടികളെ കുറിച്ചും ബാക്കിയെല്ലാം മറുപടി കൊടുത്തു. അത് റെക്കോർഡ് ചെയ്തിട്ട് ആ സ്ത്രീ
പോലീസിൽ ഏൽപ്പിച്ചു. സൗദി അറേബ്യയിൽ 5 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. പക്ഷേ അവിടുത്തെ അറ്റോർണി ജനറൽക്ക്, അവിടുത്തെ ലീഗൽ അഡ്വൈസർക്ക് ഇയാളെ 5 വർഷത്തെ ശിക്ഷിച്ചാൽ പോരാന്ന് പറഞ്ഞ് വീണ്ടും കേസ് കൊടുത്തു. അങ്ങനെ 10 വർഷമാക്കി. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഇന്ത്യക്ക് പുറത്തുള്ള ആരെങ്കിലും എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആ കർമ്മഭൂമിയിലെ ആ രാജ്യത്തിലെ നിയമം ലംഘിക്കുന്ന യാതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. നിങ്ങൾക്ക് വികാരമോ വിചാരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 മാസം മുമ്പ് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, നിങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണിക്കരുത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്വദേശത്ത് വന്നിട്ട് ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അർത്ഥം ഉദ്ദേശിച്ചത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ അങ്ങേരെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഇത് നല്ല ഉദ്ദേശത്തോടെയോ ചീത്ത ഉദ്ദേശത്തോടുകൂടിയാന്ന് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാ, ഹിന്ദുവാണെന്ന് അഭിമാനം വരുത്താനും ഭാരതത്തിൻ്റെ മഹത്വം പറയാനും സനാതനധർമ്മത്തിൻ്റെ മഹത്വം പറയാനും ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ഗൂഗിളിലൂടെയോ വാട്സപ്പിലൂടെയോ ആ ദേശത്തിൻ്റെ മതത്തെയോ വികാരത്തെയോ വ്രണപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ കൈകാര്യം ചെയ്യാൻ ഒരു നരേന്ദ്രമോദി ഉണ്ടാവില്ല, ഒരു വി മുരളീധരനും ഉണ്ടാവില്ല, ഒരു ജയശങ്കറും ഉണ്ടാവില്ല. അത് അവനവൻ ചെയ്ത്, ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും. അവിടെ ബഹ്റിനിൽ ഒരു ഗണപതി ക്ഷേത്രം, ഗണപതിയുടെ വിഗ്രഹം തകർത്തു. അവരെ അടുത്ത ദിവസം അറസ്റ്റ് ചെയ്തു. ഗണപതി വിഗ്രഹം ഇസ്ലാമിനെതിരാണ്, വിഗ്രഹാരാധന ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞിട്ടാണ് തകർത്തത്. അയാളൊന്നും ചെയ്തില്ല. പക്ഷെ ആ വീഡിയോ അങ്ങ് പ്രചരിച്ചതോടുകൂടി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഏത് വ്യക്തികളാണെങ്കിലും ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഏത് രാജ്യത്തിലാണെങ്കിലും ആ രാജ്യത്തിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിച്ചത്. ലോകത്തിലെ ഏത് രാജ്യത്തിൽ സ്ത്രീകളുമായിട്ട് എന്ത് കുഴപ്പമുണ്ടെങ്കിലും പക്ഷെ അത് പറയുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും ഡേഞ്ചറസാണ്. സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്യുകയും ഹരാസ് ചെയ്യുകയും എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്ത്രീകൾ അത് ചെന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി, ഒരു പ്രൂഫും വേണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത് പുരാണത്തിലുള്ളതാണെങ്കിലും ഇതിഹാസത്തിലുള്ളതാണെങ്കിലും വേദത്തിലുള്ളതാണെങ്കിലും ഖുർആനിലുള്ളതാണെങ്കിലും ബൈബിളിലുള്ളതാണെങ്കിലും. അപ്പോൾ ദേശത്തിൻ്റെ സ്ത്രീകളെല്ലാം സൗഭാഗ്യവതികളും സന്താന സൗഭാഗ്യമുള്ളവരും ഭരണത്തിൽ സംതൃപ്തരുമാണല്ലോ. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? സംതൃപ്തരായിരിക്കണം. നിന്റെ ധർമ്മശാസ്ത്രജ്ഞാനത്തിൽ നീ വിനയാന്വിതനും നന്മ നിറഞ്ഞവനും ഗുണസമ്പുഷ്ടനുമായ സഫലമായ ജീവിതമാണല്ലോ നയിക്കുന്നത്. സഫലമായ, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ജീവിതം. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ജീവിതം. നോക്കുക, നിന്റെ ധർമ്മശാസ്ത്രജ്ഞാനത്തിൽ നീ ധർമ്മശാസ്ത്രം പഠിച്ചവനാണ്, രാഷ്ട്രം ഭരിക്കേണ്ടവത് എങ്ങനെയാണെന്ന് പഠിച്ചവനാണ്. ആ ധർമ്മശാസ്ത്രജ്ഞാനം നിനക്കുണ്ട്. ഇനി അഥവാ കുറവാണെങ്കിൽ വീണ്ടും പഠിച്ച് ഫില്ലപ്പ് ചെയ്യണം. നീ വിനയാന്വിതനാണ്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിശ്ചൈവ സ്വഭാഗേച പണ്ഡിത സമദർശിന. അത് ഭഗവത്ഗീതയുടെ വരിയാണ്. ഓർമ്മിക്കുക, ഭഗവത്ഗീത എഴുതിയത് രാമൻ ഉപദേശം കൊടുത്തതിന് ശേഷമാണ്. രാമോപദേശവും രാമായണവും ത്രേതായുഗത്തിൽ, ഭഗവത്ഗീത ദ്വാപര യുഗത്തിൽ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഉപദേശം കൊടുക്കുന്നതും NIA അന്വേഷിക്കുന്നതൊക്കെ കലിയുഗത്തിൽ. അങ്ങനെ 3 യുഗത്തിലാണ്. ഇപ്പം ഞാൻ വായിക്കുന്നത് ത്രേതായുഗത്തിൽ, കോട്ട് ചെയ്തത് ദ്വാപര യുഗത്തിൽ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിൽ. അതുകൊണ്ട് നിന്റെ ധർമ്മശാസ്ത്രജ്ഞാനത്തിൽ നീ വിനയാന്വിതനായിരിക്കണം ആണല്ലോ, നന്മ നിറഞ്ഞവനായിരിക്കണം. എന്ത് ഈ നന്മ നിറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾ, സ്ഥിരവും ശാശ്വതവുമായ പ്രവൃത്തി നീ ചെയ്യുമ്പോൾ അതിനെയാണ് നന്മ എന്ന് പറയുക. മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ. ടെമ്പററി അല്ല, പെർമനൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ ബെനിഫിറ്റ് കിട്ടുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് നന്മ എന്ന്. അത് തന്നെയാണ് ധർമ്മവും, അത് തന്നെയാണ് ആചാരത്തിൻ്റെ ഉദ്ദേശവും. ഇപ്പോൾ പല പല വാക്കുകളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ സഫലമായ ജീവിതമാണല്ലോ നയിക്കുന്നത്. ഒരു രാജാവ് എന്ന് പറഞ്ഞിട്ട് ഗതികെട്ട ജീവിതം നയിക്കരുത്. നല്ല യൂസ്ഫുൾ, പർപ്പസ്ഫുൾ ആയിട്ടുള്ള ജീവിതമാണല്ലോ നയിക്കുന്നത് ധർമ്മശാസ്ത്രപ്രകാരം. അടുത്തത്, ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇടയ്ക്കിടയ്ക്ക് മക്കളോട് അച്ഛനമ്മമാർ ചോദിക്കേണ്ടതാണ്. ശരിക്കും ഒരു കമ്പനിയിലെ ഡയറക്ടറും മാനേജറും ചോദിക്കേണ്ടതാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരു 10-60 സ്റ്റാഫ്, 55 സ്റ്റാഫ് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് എല്ലാവരോടും ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഫോൺ താഴെ വയ്ക്കാറുണ്ട്. ഇപ്പോഴല്ല, കൊറോണയ്ക്ക് മുമ്പ്, BC, ബിഫോർ കൊറോണ, AD, ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ ഓർമ്മിക്കുക,
നമ്മൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം പോരല്ലോ, ബാക്കിയുള്ളവർക്കും കൂടി തോന്നണ്ടേ. ഞാൻ സത്യസന്ധനാണെന്ന് എനിക്ക് മാത്രം തോന്നിയാൽ മതിയോ? ഞാൻ പങ്ക്ച്വലാണെന്ന് എനിക്ക് മാത്രം തോന്നിയാൽ മതിയോ? ഞാൻ നല്ലവനാണെന്ന് എനിക്ക് മാത്രം തോന്നിയാൽ പോരാ, മറ്റുള്ളവർക്ക് തോന്നണം. അതാണ് ശ്രീരാമൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നത്. നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാണ് ചോദിക്കുന്നത് നോക്കിയേ. ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല നിനക്ക് അനുശാസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? അതല്ല ഇതിനോട് നിനക്ക് എതിർപ്പുണ്ടോ? അങ്ങനെ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. നിന്റെ ബുദ്ധിക്ക് ഞാൻ പറഞ്ഞത് പെർഫെക്റ്റാണ്. കാരണം ഞാൻ പഠിച്ചിരിക്കുന്നത് വസിഷ്ഠ ഗുരുവിൻ്റെ കീഴിൽ യോഗവാസിഷ്ഠം ഉൾപ്പെടെയുള്ളത് പഠിച്ചിട്ടുണ്ട്. രാജാവാകാൻ തന്നെ എന്നെ പഠിപ്പിച്ചതാണ് ചെറുപ്പം മുതൽക്കേ. നീയൊക്കെ സപ്പോർട്ടിങ് അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? അടുത്തത്, ഞാൻ പറഞ്ഞതെല്ലാം ആയുരാരോഗ്യ സൗഖ്യത്തിനും ധർമാർത്ഥങ്ങളുടെ പൂർത്തീകരണത്തിനുമുള്ളതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ. കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള കൺഫർമേഷനാണ്, റീകൺഫർമേഷനാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന്, ജനങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന്, രാഷ്ട്രത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന്, അതുപോലെ ധർമാർത്ഥ കാമങ്ങളുടെ പൂർത്തീകരണത്തിന് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ തോന്നണം, ദാറ്റ്സ് ഓൾ. തോന്നുന്നുണ്ടല്ലോ, ചോദ്യത്തിന് ഉത്തരവും എല്ലാം ആവാം. അടുത്ത്, നമ്മുടെ പിതാവും പിതാമഹന്മാരും ഏത് മഹത്തായ പന്ഥാവിലൂടെയാണോ ചരിച്ച് നടന്ന് മുമ്പോട്ട് പോയി ശ്രേയസ്കരമായ ജീവിതം നയിച്ചത്, അത് നിനക്കും ശ്രേയസ്കരമാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഭരത. നമ്മുടെ പൂർവികന്മാർ ചെയ്തതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അതും ശ്രേയസ്കരമാണോ എന്ന് നിനക്കും തോന്നുന്നുണ്ടല്ലോ. ഈ ശ്രേയസ്കരം എന്നുള്ളത് വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധി മോഹയസീവമേ തദേകം പദനിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാത്. ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ നല്ലത് എന്ന് കൃഷ്ണ നീ പല രീതിയിൽ പറയുന്നുണ്ട്. നീ ജ്ഞാനയോഗത്തെക്കുറിച്ച് മുഴുവനും പറഞ്ഞു, ഇനി പറയാൻ പോണത് കർമ്മയോഗമാണ്. അപ്പം ഞാൻ ജ്ഞാനയോഗിയാവണോ കർമ്മയോഗിയാവണോ എന്ന് കൃത്യമായിട്ട് നീ പറ. അത് നല്ലതാണ്, ഇത് നല്ലതാണ്, അതും തറക്കേടില്ല, ഇതും തറക്കേടില്ല, അതിലൂടെ പോയാൽ ഇതാവും, ഇതിലൂടെ പോയാൽ അതാവും എന്നൊന്നും പറയല്ലേ. വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധി മോഹയസീവമേ. കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ അധികം ജഗ്ലറി വാക്കുകൾ ഉപയോഗിച്ച് കൺഫ്യൂസ് ചെയ്യല്ലേ. ഏകം നിശ്ചിത്യവധ, ഒറ്റ കാര്യം നിശ്ചയിച്ചതിനോട് പറയാം. ഏന ശ്രേയോഹം അപ്നുയാത്. എൻ്റെ പ്രവൃത്തിയിൽ ശ്രേയസ്കരം എന്ന് നിനക്ക് തോന്നുന്നത് എന്തോ അത് ചെയ്യുക, അത് പറയുക. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പിതാവും പിതാമഹന്മാരും ഏത് മഹത്തായ പന്ഥാവിലൂടെയാണോ ചരിച്ച് ശ്രേയസ്കരമായ അർത്ഥം മനസ്സിലായല്ലോ, ജീവിതം നയിച്ചത്, അത് നിനക്കും ശ്രേയസ്കരമാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഭരത. വീണ്ടും, രഘുനന്ദന, സ്വാദിഷ്ടമായ ഭക്ഷണം ഒരിക്കലും നീ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നില്ലല്ലോ. ഒറ്റയ്ക്ക് ഭക്ഷിക്കരുത്. അതായത് ഏത് ഭക്ഷണവും വെരിഫിക്കേഷന് ശേഷമേ കഴിക്കാവൂ. സിമ്പിൾ. ഹയർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. ലോവർ യുവർ പൊസിഷൻ, ഹയർ ഈസ് യുവർ ഫ്രീഡം. അർത്ഥം മനസ്സിലായല്ലോ. ഹയർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിനും ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ മിലിറ്ററിക്കാർ സെക്യൂരിറ്റി വന്നിട്ട് ബാത്റൂം ചെക്ക് ചെയ്തിട്ട് വേണം. എനിക്കും നിങ്ങൾക്കും ബാത്റൂമിൽ പോകണമെങ്കിൽ വല്ല സെക്യൂരിറ്റിയും വേണം. ഏത് പഞ്ചായത്തിൻ്റെ ബാത്റൂമിലേക്കും ടോയ്ലറ്റിലേക്കും നമുക്ക് പോകാം, ഏത് പെട്രോൾ പമ്പിൻ്റെയും നമുക്ക് പോകാം. ഒരു സെക്യൂരിറ്റിയിലോ ഒന്നുമില്ല. കാരണം ലോവർ യുവർ പൊസിഷൻ, ഹയർ ഈസ് യുവർ ഫ്രീഡം. മറ്റേ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡൻറ്റും ഒക്കെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? 5-6 പേര് തിന്നതിൻ്റെ ബാക്കിയാണ് കഴിക്കുന്നത്. എച്ചില്ലെന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത്. അവർ തിന്നിട്ട് അവർ ചത്തില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവർ തിന്നാൻ. നമുക്ക് അങ്ങനെയല്ലല്ലോ. നമ്മൾ തിന്നിട്ട് ചത്തം നോക്കിയിട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവർ തിന്നുള്ളൂ. ആ രീതിയിലാണ്. തമാശന് പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് എടുക്കരുത്. രഘുനന്ദന, സ്വാദിഷ്ടമായ ഭക്ഷണം ഒരിക്കലും നീ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നില്ലല്ലോ. ഭക്ഷണമേ നീ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നില്ലല്ലോ, നേരത്തെ തന്നെ ചെക്ക് ചെയ്തിട്ടാണല്ലോ. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ താല്പര്യമുള്ളവർക്കും നീ അത് പങ്കുവെക്കുന്നുണ്ടല്ലോ. ഏത് നന്മകളും അത് പ്രത്യേകിച്ച് ബഹുമാനങ്ങളും ആദരവുകളും പങ്കുവെക്കും തോറും അത് വർദ്ധിക്കും. ദുഃഖം പങ്കുവെക്കും തോറും കുറയും. കീർത്തിയും പേരും പങ്കുവെക്കും തോറും സ്പ്രെഡാവും. സന്തോഷം പങ്കുവെക്കും തോറും കൂടും. ദുഃഖം പങ്കുവെക്കും തോറും കുറയും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ബഹുമാനം അതുമാതിരിയുള്ളതൊക്കെ പങ്കുവെക്കും തോറും സ്പ്രെഡാവും. ബാക്കി എല്ലാവർക്കും സ്പ്രെഡാവും. അതുകൊണ്ട്
അല്ലയോ ഭരത, ധാർമ്മികമായി ഞാൻ വിവരിച്ച കാര്യങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാജ്യഭരണം നടത്തുന്നവര് രാജ്യത്തെ തൻ്റെ അധികാരത്തിൽ ധന്യമായി നിലനിർത്തി കാലം തികയുമ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗലോകത്തിലെത്തുന്നു എന്ന് നീ അറിയണം. ഇവിടെ മാത്രമേ സ്വർഗം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. 156 പരമുപദേശങ്ങളാണുള്ളത്. അതിൽ ഇതിനെ ഒന്നും കളഞ്ഞിട്ടുമില്ല. ഇതിനകത്ത് എവിടെയെങ്കിലും ആത്മീയതയോ പറഞ്ഞ സ്വർഗം പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ്, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗം പറഞ്ഞിരിക്കുന്നത്. അല്ലേ? എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പൈതൃകത്തിൻ്റെ വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ, ഇത് ഈ 7 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഇത് അനലൈസ് ചെയ്യാൻ. അതിനൊന്നും പറ്റാത്തവരാണ് ഇതിനൊക്കെ അവഹേളിക്കുന്നതും എതിർക്കുന്നതും. ഏതോ ഒരിക്കലും ഒരാൾ, അദ്ദേഹത്തിന് എനിക്ക് പേര് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ വരണില്ല, നാരായണ ഗുരുദേവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, യുക്തിവാദിയാണ് ഞാൻ, നിരീശ്വരവാദിയാണ്, ദൈവമുണ്ടോ എന്ന് ചോദിച്ചു. ദൈവമുണ്ട്, അത് അനുഭവിച്ചറിയാൻ ആ ലെവലിലേക്ക് എത്തണമെന്നോ എന്തൊക്കെയോ ഗുരുദേവൻ പറഞ്ഞു. കുറേ കഴിഞ്ഞ ശേഷം ദൈവമില്ല എന്ന് ഉറപ്പാണെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ നാരായണ ഗുരുദേവൻ വെറുതെ കൂളായിട്ട് ചോദിച്ചു, എന്താ പേര്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിനെ കാണാൻ പറ്റാത്തത്. കാരണം കുഞ്ഞി കണ്ണാ ഉള്ളത്. ഈ കണ്ണ്, അകക്കണ്ണും പുറക്കണ്ണും വലുതാവാത്തിടത്തോളം കാലം ദൈവത്തിനെ കാണാൻ പറ്റില്ല എന്ന് മറുപടിയും കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗുരുദേവൻ്റെ വലിയൊരു ശിഷ്യനായി. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ആശ്രമങ്ങളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. വളരെ ഗംഭീരമായിട്ടുള്ള കുറേ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആദ്യം അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ സന്യാസിമാരും ആവുന്നല്ല കേട്ടോ, ആയാൽ ഈ നാടിൻ്റെ ഗതികേടാണ്. അപ്പോൾ ലാസ്റ്റ് മാത്രമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗലോകത്തിലെത്തി. സ്വർഗം എന്ന വാക്ക്, പുണ്യം എന്ന വാക്ക്, ദൈവം എന്ന വാക്ക്, ഈശ്വരൻ എന്ന വാക്ക്, നരകം എന്ന വാക്ക് ഉപയോഗിച്ചില്ല. അങ്ങനെയുള്ള വാക്കുകൾ ലാസ്റ്റിൽ ഒരു വരി അല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഭരത സന്ദേശം. ഇനി ഭരത സന്ദേശം കഴിഞ്ഞു, ഇനി ഭരത സന്ദേശം ഇല്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾക്ക് സാധിക്കുന്ന ജീവിതത്തിൽ എത്ര സാധിക്കുന്നോ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക. ചിലപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ എ ഫോർ ആപ്പിൾ എന്ന് പറയുന്നതിന് പകരം എ ഫോർ അനന്തപുരി, എ ഫോർ അജന്ത, എ ഫോർ അംബരീഷ, എ ഫോർ ആര്യഭട്ട, ബി ഫോർ ഭാസ്കര, ബി ഫോർ ഭഗവാൻ, ബി ഫോർ ഭഗവത്ഗീത, ബി ഫോർ ഭാഗവതം, സി ഫോർ ചാണക്യ, സി ഫോർ ചരക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നല്ല പഴഞ്ചൊല്ലുകൾ പഠിപ്പിക്കുക, നല്ല ശ്ലോകങ്ങൾ പഠിപ്പിക്കുക, നല്ല കീർത്തനങ്ങൾ പഠിപ്പിക്കുക. നമ്മുടെ എൻ്റെ മോളുടെ മോള് ഇതെല്ലാം ഇങ്ങനെ ആവണപ്പലകയിൽ ചമ്രം പഠിച്ചിരുന്ന് ചെറിയ കുട്ടിയാവും, 1ാം ക്ലാസ്സിലാവുന്നേ ഉള്ളൂ, UKG കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ താഴെയുള്ളത് ഒരെണ്ണമുണ്ട്, 1.5 വയസ്സായേ ഉള്ളൂ. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അറിയാം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണ്ടേ? ഒരു ഹൈന്ദവ നവോത്ഥാനത്തിന് നമ്മളല്ലേ കുട പിടിക്കേണ്ടത്, നമ്മളല്ലേ കൊടി പിടിക്കേണ്ടത്? രണ്ടും. കൊടി പിടിക്കുക എന്നുള്ള അർത്ഥത്തിൽ, പോസിറ്റീവ് അർത്ഥത്തിൽ. നിങ്ങൾക്കറിയോ, നാളെ ഞാനിത് വീണ്ടും പറയുന്നുണ്ടാവും. മള്ളിയൂർ തിരുമേനി എന്നെ വിളിച്ചിരുന്നു. അവർ ശരിക്കും ആ ഗജപൂജ വിനായക ചതുർത്ഥിയുടെ അന്ന് നടത്താൻ പറ്റാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിക്കും കരയായിരുന്നു. അപ്പോഴാണ് ഞാൻ 3 ദിവസം മുമ്പ് വിനായക ചതുർത്ഥിയുടെ അന്ന് അടുത്ത ദിവസം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ചങ്കൂറ്റത്തോടു കൂടി ഈ വിനായക ചതുർത്ഥിക്ക് ആനയെ കളക്ടർ അനുവദിച്ചില്ല, ബാക്കിയുള്ളവർ അനുവദിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് കളക്ടറിൻ്റെ ആണോ പുറകിലൂടെ മറ്റുള്ളവരുടെ കുത്തിത്തിരിപ്പാണോ എന്ന് അറിയണം. ഏതായാലും തിരുമേനി ഒരു കാര്യമുണ്ട്, ഞാൻ യൂട്യൂബിൽ പറഞ്ഞതാണ്, വാട്സപ്പിലും പറഞ്ഞു, മറ്റേ ഇതിലും പറഞ്ഞു, ഫേസ് പേജിലും പറഞ്ഞു. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഈ പൂജ നടക്കാതിരുന്നത്, നിങ്ങളുടെ താല്പര്യമില്ലായ്മയല്ല, നിങ്ങളുടെ അവിശ്വാസമല്ല, നിങ്ങൾക്ക് സാധനം ഇല്ലാത്തത് കൊണ്ടല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ആരെങ്കിലും എതിർത്തത് കൊണ്ടല്ല, ആരെങ്കിലും വിമർശിച്ചത് കൊണ്ടല്ല, മറിച്ച് കളക്ടറുടെ ഓർഡർ മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അങ്ങനെ ഒരു കളക്ടർ, ഏത് മതത്തിൽപ്പെട്ടവരാണ് ഈ കളക്ടർ നോക്കുക. അങ്ങനെ തൃശ്ശൂരിൽ ഒരു മതത്തിൽപ്പെട്ടവനാണ് ഒരാനയെ ഉപയോഗിച്ച് പോലും തൃശ്ശൂർ പൂരം നടത്താൻ അനുവദിക്കാത്തത്. ജനകോടികൾ പങ്കെടുക്കുന്ന, എത്രയോ ആനകൾ പങ്കെടുക്കുന്ന ഒരു പൂരത്തിൽ ചടങ്ങ് പോലും നടത്താൻ അനുവദിക്കാത്തത് അവിടുത്തെ കളക്ടർ. അയാൾ ഏത് മതത്തിലുള്ളവനാണെന്ന് നോക്കാം. ശബരിമലയെ തകർക്കാനായിട്ട് പ്രവർത്തിച്ചവർ ഭൂരിഭാഗവും ഏത് മതത്തിലുള്ളവരാണെന്ന് നോക്കുക. അതിൻ്റെ മുമ്പിൽ ഹിന്ദുക്കളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയെ തകർത്തു എന്നുള്ളത് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചില്ല. ഹിന്ദുക്കൾ തകർത്ത് പ്രതികരിച്ചു. ഒരുപക്ഷെ ഹിന്ദുക്കൾക്ക് ഇത്രയും യൂണിറ്റി വന്നത് അന്ന് നടന്ന തിന്മയാണ്. അതുപോലെ തൃശ്ശൂർ പൂരത്തിൽ അന്ന് കണ്ടെയ്ൻമെൻറ്റ് ഏരിയയിലെ കോണ്ടാക്റ്റിലൂടെ ഒരു രോഗി പോലും ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിൽ രോഗികളെ ഇല്ലായിരുന്നു.
എന്നിട്ടാണ് ആ കളക്ടർ, അയാൾ ഏത് മതത്തിലുള്ളവരാണെന്ന് നോക്കുക. അപ്പോൾ മനസ്സിലാക്കാം ഹിന്ദുക്കൾ സംഘടിക്കേണ്ടതും നമ്മുടെ ധർമ്മത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടതെന്നും പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മളിവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം മറ്റ് പല ചാനലുകാരും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് എത്തുന്നു, നമ്മളിലൂടെ എത്തുന്നു, എല്ലാവരിലൂടെ എത്തുന്നു. ഇതിൻ്റെ ഒന്നിൻ്റെയും അവകാശി ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയേ അല്ല. ഇതിൻ്റെ അവകാശി ഞാനും നിങ്ങളും ചേരുന്ന നമ്മളാണ്. ഇവിടുത്തെ 130 കോടിയും പ്ലസ് 8 കോടി ഉണ്ടെങ്കിൽ അവരും 8 കോടിക്ക് അകത്ത് പെടാനും സ്വാതന്ത്ര്യമുണ്ട്, പുറത്തു പോകാനും സ്വാതന്ത്ര്യമുണ്ട്. പുറത്തു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെടാതിരിക്കാനും. 130 എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ധർമ്മം, നമ്മുടെ സംസ്കാരം, നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഒരു കാര്യമുണ്ട്, ആ നാട്ടിലെ നിയമം ലംഘിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ചടങ്ങോ നിങ്ങളിൽ ഉണ്ടാവരുത്. നിങ്ങളെ ട്രാപ്പിലാക്കാൻ അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശ്രമിക്കില്ല. ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വരും. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളും ശ്രമിച്ചു എന്ന് വരും. ശ്രദ്ധിക്കുക. പക്ഷേ ഓരോ ദിവസവും അടിമുടി മാറണം. ഈ വർഷം ഡിസംബർ 31 സൂര്യാസ്തമയത്തിനുള്ളിൽ നമ്മുടെ നാടിൻ്റെ ഹിന്ദുവിൻ്റെ ശക്തി അറിയണം. അതേ ഇലക്ഷനും അറിയണം, അതുപോലെ മറ്റെല്ലാത്തിലും അറിയണം, അറിയിക്കണം. അതിൽ നിങ്ങൾ ഈ നാടിനോട് താല്പര്യമുള്ളവർ, കഴിഞ്ഞ ദിവസം ഒരു ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമസ്തേ പറഞ്ഞിരുന്നു. അതിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു കമൻ്റ് എഴുതിയിരുന്നു. അത് ഞാൻ എന്നെ തെറി പറയുന്ന കമൻ്റാണെന്നാണ് വിചാരിച്ചിരുന്നത്. ആദ്യം വിപരീതമായിട്ട് എഴുതി, ഇപ്പോൾ നമസ്തേ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ജോൺ ഫെർണാണ്ടസ് എന്ന വ്യക്തി വേറൊരുവൻ എന്നെ ചീത്ത പറഞ്ഞ് അതിനകത്ത് എഴുതിയിരിക്കുന്നതിന് കമൻ്റ് എഴുതിയതാണ്, കമൻ്റ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമസ്തേ പറയുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിനെ മാത്രം ഒന്ന് പുകഴ്ത്താനല്ല. ധാരാളം നന്മ നിറഞ്ഞവർ നമ്മുടെ പൈതൃകത്തിനെ ഇപ്പോൾ മനസ്സാ വരിക്കുന്നുണ്ട്. അവരുടെ ദൈവത്തിനെയും അവരുടെ ഗ്രന്ഥത്തെ കളയണമെന്നൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ ധർമ്മത്തെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എന്ന വാക്ക് ഹിന്ദുവിൻ്റെ എന്നല്ല, ഈ നാട്ടിൽ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ, ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമിക മാതൃഭൂ പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത. സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ആ ദേവനിർമ്മിതമായ ദേശത്തെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയുമായിട്ട് കണക്കാക്കുന്നവൻ ആരാണോ അവനെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അവനെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. 1947 ആഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിക്ക് ഇംഗ്ലീഷുകാരല്ല നമ്മളെ ഒന്നാക്കിയത്. വേണമെങ്കിൽ പറയാം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ നമ്മളെ ഒന്ന് ആക്കി. ആ ആക്കിയതിൻ്റെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ലോർഡ് മൗണ്ട് ബാറ്റൻ ഇവിടുന്ന് പോകാൻ തന്നെ കാരണം അങ്ങേരുടെ ഭാര്യ ചിലപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയായി തീരുമോയെന്ന് പേടിച്ചിട്ട് കൂടിയാണ്. ഇഫ് ഐ കണ്ടിന്യൂ ഇൻ ഇന്ത്യ ഐ മേ ലൂസ് മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പോയത്. നമ്മളിതൊക്കെ അറിയണം. ഇതൊന്നും മുഷ്ടി ചുരുട്ടിയിട്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറയാനൊന്നുമല്ല. പക്ഷേ ഇതറിഞ്ഞില്ലെങ്കിൽ പ്രതികരിക്കാൻ സാധിക്കില്ല. ചങ്കൂറ്റത്തോടുകൂടി സത്യസന്ധമായി ധാർമ്മികമായിട്ട് പ്രതികരിക്കണമെങ്കിൽ നമ്മളിതറിയണം. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമായ, ഇത്രയും ധന്യമായിട്ടുള്ള ഒരു സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം തന്നു. ഇനി ഭർതൃഹരിയുടെ ഉപദേശ ശതകം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്, ഞാൻ തന്നെ എഴുതിയതാണ്. ഭർതൃഹരിയുടെ ഉപദേശ ശതകമോ അല്ലെങ്കിൽ വേറെ 1-2 കൂടി കഴിഞ്ഞ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു, സെപ്റ്റംബർ 1 മുതൽക്ക് ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായ വിധത്തിൽ നമ്മൾ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അതല്ല വളരെ കുറവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കുറയും, ഇടയ്ക്കിടയ്ക്ക് കൂടും. ചില ദിവസം ചിലപ്പോൾ മുടങ്ങാതെ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. സാധിക്കുമെങ്കിൽ ജഗദീശ്വരനും ഗുരുവായൂരപ്പനും പൂർണ്ണത്രേശ്വരനൊക്കെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് ചെയ്യും എന്നറിയിച്ചുകൊണ്ട് ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവ ച നമസ്വധായേ സ്വാഹായേ നിത്യമേവ നമോ നമ. പ്രഭോ സേവാവൃതാ ഭക്തിയാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോ യേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒരു വരി കൂടി, നമ്മുടെ ജന്മാഷ്ടമി ദിവസം നമ്മുടെ വീടൊരു വൃന്ദാവനമാക്കണം. വീടിന് പുറത്ത് പോയിട്ട് ശോഭയാത്രയും ബാക്കിയൊന്നുമില്ല, വീടൊരു വൃന്ദാവനമാക്കുക. അതേപോലെ ഓണ ദിവസം നമ്മുടെ പൈതൃകമായിട്ട് എന്തെല്ലാം നമ്മുടെ വീടുകളിൽ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും, അത് ആ ഓണം ഒറിജിനൽ ഓണമായിരിക്കണം.
അത് വീട്ടിനകത്ത് ചെറിയ ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മക്കളെല്ലാവരും കൂടി ആഹ്ലാദിച്ചു കൊണ്ടുള്ള ഒരു വാമനമൂർത്തിയെയും മഹാബലിമൂർത്തിയെയും സ്വാഗതം ചെയ്യുന്ന ഓണമായിരിക്കണം. യഥാർത്ഥ കേരളീയരുടെ ഓണമാകട്ടെ, യഥാർത്ഥ കേരളീയരുടെ ജന്മാഷ്ടമി ആകട്ടെ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചെറുപയറിൻ്റെ ഉണ്ട, കടലയുടെ ഉണ്ട, എള്ളിൻ്റെ ഉണ്ട, കാഷ്യൂനട്ടിൻ്റെ ഉണ്ട, അതുപോലെ തന്നെ ചെറിയ വാളംപുളി, ചെറിയ ഇഞ്ചി കഷ്ണം, അതെല്ലാം നിവേദിക്കുകയും വേണം കൃഷ്ണന്. നിങ്ങൾ വിളക്ക് കത്തിച്ച് നിങ്ങളിൽ ആരെങ്കിലും തന്നെ കൃഷ്ണനെ പൂജിക്കണം. അങ്ങനെ ജന്മാഷ്ടമി അടിപൊളിയായിട്ട് പുതിയൊരു രീതിയിൽ, പൂജ തെറ്റിയാലൊന്നും കുഴപ്പമില്ല. കാരണം ഒരു വിഗ്രഹം വെച്ചിട്ട് നിങ്ങൾ പൂജിക്കുന്നു എന്നേ ഉള്ളൂ. വിളക്കൊക്കെ കത്തിച്ച് ആഘോഷത്തോടു കൂടി പൂജിക്കാം. എല്ലാവരും ചേർന്ന് കൃഷ്ണൻ്റെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കുത്തി ചിറാമോടു കെട്ടി, ആ കൃഷ്ണൻ്റെ ഭഗവത്ഗീത അതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ കേട്ട് പഠിച്ച കൃഷ്ണൻ്റെ വീരഗാഥകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ അതിലെ നന്മകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം നല്ല രീതിയിൽ എല്ലാവർക്കും ഗോപാലകൃഷ്ണൻ്റെ പ്രാർത്ഥനയും പ്രണാമവും. എല്ലാവരും എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിൽ അനുഗ്രഹവും. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.